ചെമ്പനീപ്പ് സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി രാവിലെ തന്നെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുകയാണ്. സച്ചിക്ക് മാത്രമല്ല എല്ലാവർക്കായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ആന്ധ്ര ഡിഷാണ്. ചേച്ചിമാരായിട്ട് നമ്മുടെ രേവതി ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഡിഷാണ് കേട്ടോ. രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം സുധിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈറ്റ് കളർ ആണല്ലോ ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ജോത്സ്യം പറഞ്ഞിരിക്കുന്ന അതേ ഷർട്ടിന്റെ നിറം. ഇനി എന്തായാലും അദ്ദേഹം പറഞ്ഞിരുന്ന കളർ ഡ്രസ്സുകൾ മാത്രമേ ഞാൻ ധരിക്കുള്ളൂ. ഈ വൈറ്റ് എന്ന് പറയുന്നത് പ്യൂരിറ്റിയാണ്. ഇനി നമ്മുടെ ലൈഫും അങ്ങോട്ടേക്ക് പ്യുവർ ആയിരിക്കണം, ഈ ഷർട്ട് പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് പൂജാമുറിയിലേക്കാണ്. അത് കഴിഞ്ഞ് ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് രവിയാണ്. രവിക്ക് നമ്മുടെ രേവതി ആ ആന്ധ്ര ഡിഷ് ദോശ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കണ്ടുടനെ തന്നെ ഇത് ആന്ധ്ര ഡിഷ് ദോശയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതേന്ന് രേവതി പറയുന്നുണ്ട്. പണ്ട് ഞാന് അതുവഴിയൊക്കെ പോകുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ട്, അതേ ടേസ്റ്റ് തന്നെ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ രേവതിയുടെ അടുത്ത് പറയണേ. എന്തായാലും രേവതിയുടെ കൈപുണ്യം മറ്റാർക്കും ലഭിക്കില്ല എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ശ്രുതി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ശ്രുതിയുടെ പ്രാർത്ഥന കണ്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുവാണ്. ആരംഗം കണ്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ശ്രുതി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആന്റി നടന്നോ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രുതി പൂജാമുറിയിലേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് ഇവൻ ഇനി എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചന്ദ്ര കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ആ പച്ച കളർ ദോശ കണ്ടിട്ട് ഇതെന്താടി പച്ച കളറ്, ഇത് ആന്ധ്ര സ്പെഷ്യൽ ദോശയാണെന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും സാധാരണ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയാ പോരെ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. ഞങ്ങളെ ടെസ്റ്ററാക്കി മാറ്റാനാണോ നിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ നീ വണ്ടിയല്ലേ, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി നോക്ക്, ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ രവി ചെയ്യുന്നത്. ചന്ദ്ര എന്നിട്ട് കഴിച്ചു നോക്കുന്നുണ്ട്. എന്തോ അറപ്പുള്ള സാധനം കഴിക്കുന്നത് പോലെയാണ് മുഖഭാവമൊക്കെ ആദ്യം പിടിക്കുന്നത്. പക്ഷെ കഴിച്ചു നോക്കുമ്പോ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ചന്ദ്രയുടെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് കുഴപ്പമില്ല കഴിക്കാന്നൊക്കെ പറയാണ്. ചന്ദ്ര അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം രേവതിക്ക് അറിയാവുന്നതുകൊണ്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സച്ചി ഫോൺ ചെയ്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി കഴുകി ഇരിക്കുന്നൊക്കെ രവി പറയുന്നുണ്ട്. കൈയൊക്കെ കഴുകിയിട്ട് ആള് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഭക്ഷണം നമ്മുടെ രേവതി വിളമ്പിച്ചത് കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ എന്തോ സൂപ്പർ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ രേവതി വിചാരിക്കുന്ന ഫുഡ് സൂപ്പർ ആയി എന്നുള്ള കാര്യമാണ്. നീ അങ്ങനെ പറയണോടാ, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചത്ത് സംസാരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവന്റെ അടുത്തൊന്ന് മെല്ലെ സംസാരിക്കാൻ വേണ്ടി പറയുന്നുള്ള കാര്യം. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കരുത് എന്നുള്ള കാര്യം. അച്ഛാ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, നിന്നിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് എടുത്തിട്ട് പോയിട്ട് ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അല്ലാതെ ആ ഭക്ഷണത്തെ കുറിച്ച് ഒരഭിപ്രായവും സച്ചി പറയുന്നില്ല കേട്ടോ. നമ്മുടെ ശ്രുതി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കാനായോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി ചട്നി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴും ചട്നി എടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് രേവതി കൊണ്ടുപോയിട്ട് വിളമ്പുന്നത്. അപ്പോഴും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആള് ഭയങ്കര ഫോൺ വിളിയാണ്, അതിൽ മൊത്തത്തിൽ ലയിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. ഇന്നെന്താ ചേച്ചി സ്പെഷ്യൽ ഡിഷ് ആണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് ആന്ധ്ര ഡിഷാണ്, കറക്റ്റ് പേരും അതിൻ്റെ പറയുന്നുണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, അവൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡിഷ് പുതിയതാണ്, പക്ഷെ അവൾ ഇപ്പോഴും പഴഞ്ചനാണെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതി തിരിച്ചു വയ്ക്കുന്നുണ്ട്. എന്താ അമ്മയെക്കാളും പഴഞ്ചനാണോ ഞാൻ എന്നുള്ള കാര്യം നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞടാ, അല്ലെങ്കിലും നീ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, അവർക്ക് മാത്രമേ നാക്കുള്ളൂ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടുന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ദോശ കഴിച്ചു നോക്കിയിട്ട് ശ്രുതി എന്തായാലും ഈ ദോശയും അടിപൊളിയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കണ്ണൂരിട്ടി പേടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി ശ്രുതി ഇനി നിനക്ക് വേറെന്തെങ്കിലും പച്ചക്കറികൾ എന്തെങ്കിലും എടുത്തു വെക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനെന്ന് ചോദിക്കാണ്. അല്ല നീയല്ലേ ABC ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാറ്, അല്ലടാ നീ വെറും വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ പറയുന്നതിന് നേരെ മറുപടി കൊടുക്കുന്ന രീതിയിൽ ഫോണിൽ സംസാരിക്കുകയാണ് സച്ചി ചെയ്യുന്നത്. ഇവരുടെ അടുത്തല്ല പറയുന്നത്, സച്ചി ഫോണിൽ സംസാരിക്കുന്നത് ഇവർ പറയുന്ന കാര്യമായിട്ട് ലിങ്ക് ചെയ്ത് വരുമ്പോൾ ഇവരെ തെറി വിളിക്കുന്ന രീതി ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഇത് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതേന്ന് രേവതി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഏത് ഡിഷ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, പക്ഷെ ചേച്ചി ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി ഷെഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പും എനിക്ക് ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ആയേനെ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി ഉണ്ടാക്കുന്ന ഡിഷ് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് വെക്കാന്നൊക്കെ പറയുമ്പോഴേക്കും നീ വെറുതെ ലൂസ് പോലെ സംസാരിക്കരുതെന്ന് സച്ചി അവിടെ നിന്ന് പറയാണ്. അത് കേട്ടിട്ട് വർഷം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫോണിലാന്ന് മനസ്സിലാകുമ്പോൾ വർഷം പിന്നെ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തിനാ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി വെക്കുന്നത്, ചേച്ചി ഞാൻ റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ഷെഫായിട്ട് വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ഇത് കുഴപ്പമില്ലാത്ത ആ രീതിയിലേ ഉണ്ടാക്കിയുള്ളൂ, അതിനാണോ നിങ്ങൾ ഇത്രയും പുകഴ്ത്തി പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും അല്ലെങ്കിലും രേവതിയെ പുകഴ്ത്തുന്നത്
നിനക്ക് സഹിക്കില്ലല്ലോ ചന്ദ്രേ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നേരിട്ട് തന്നെ വരടാ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കൈയും കഴുകിയിട്ട് ആളങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഡിഷിനെ കുറിച്ച് ഒരു വാക്ക് പോലും രേവതി എടുത്ത് ചോദിക്കുകയോ അത് രസമുണ്ടെന്നോ ഒന്നും നമ്മുടെ രേവതിയുടെ അടുത്ത് സച്ചി പറയാതെ പോകുന്നത് കാണുമ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. പോകുന്ന സമയത്ത് സച്ചി അവിടെ നിന്നിട്ട് രേവതി കുറച്ച് വെള്ളം കൊണ്ടുതായെന്ന് പറയുന്നുണ്ട്. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വീണ്ടും ഡിഷിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും സച്ചി വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ ആയിട്ട് ആള് ചെല്ലുന്നുണ്ട്. രേവതി കൊണ്ടു കൊടുത്ത വെള്ളവും കുടിച്ചിട്ട് ആള് അച്ഛൻ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചിട്ട് അവിടെ അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശ്രുതിയും ഷോറൂമിൽ എത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് ആദി വിളിക്കുന്നുണ്ട്. മാറി നിന്നിട്ട് ആദ്യമായിട്ട് സംസാരിക്കാനുണ്ട് ശ്രുതി. ആദി സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ സുഖാണ് അമ്മേ, എന്റെ പിറന്നാൾ വരല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിലെ നീ 1 വീക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാണേ. നിനക്ക് കേക്ക് മേടിക്കാൻ, നിനക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കേക്കല്ലേ ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് ആദ്യം പറയുന്നുണ്ട്. അത് മാത്രമല്ല ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വിളിച്ചോടാ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മമ്മന്റെ അടുത്ത് പറയും. അമ്മമ്മ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ള കാര്യം ആദ്യം പറയുമ്പോൾ അതെന്താടാ നിനക്ക് ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി. വേണം, പക്ഷേ അമ്മ വരുന്ന സമയത്ത് എനിക്ക് മേടിച്ചിട്ട് വന്നാൽ മതി. അപ്പോ ഞാൻ മേടിച്ചു തന്ന ഡ്രസ്സേ നീ ഇടുള്ളൂ അല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് ആന്റി മേടിച്ചു തന്നു എന്നുള്ള കാര്യമാണ് എപ്പോഴും അമ്മമ്മ എന്റെ അടുത്ത് പറയാറ്. എന്നാ എന്റെ അമ്മയല്ലേ അമ്മ ഇപ്പൊ മേടിച്ചു തന്നു കഴിഞ്ഞാൽ എന്റെ സ്വന്തം അമ്മ മേടിച്ചു തന്ന ഡ്രസ്സ് ആവുമല്ലോ. എന്തായാലും നീ എന്നെ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് എന്ത് ഡ്രസ്സാടാ വേണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എനിക്ക് കോട്ടും സൂട്ടും ഷൂ ഒക്കെ വേണമെന്നുള്ള കാര്യം പറയണേ. ആദ്യം നിനക്ക് സൂപ്പർ ആയിരിക്കും എന്തായാലും ആ ഡ്രസ്സ്, ഞാൻ മേടിച്ചിട്ട് വരാം, അമ്മ എന്തായാലും വരണേ എന്നുള്ള കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ വരാടാ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. വരാടാ എന്ന് പറഞ്ഞ് വെക്കുന്നത് നമ്മുടെ ശ്രുതി കേട്ടുകൊണ്ടാണ് വരുന്നത്. ഫോൺ വെച്ച ഉടനെ തന്നെ ആരോടാ നീ വരുന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ക്ലയന്റിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. എന്ത് ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് ശ്രുതി പറയുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫംഗ്ഷന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നിന്നെ ശ്രുതി ആരെങ്കിലും ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ശ്രുതിയും പൊക്കോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അതല്ല, നമ്മള് ട്രിപ്പ് പോകണമെന്നുള്ള കാര്യം പ്ലാൻ ചെയ്തു, അത് അങ്ങനെ തന്നെ വിട്ടു. ഇപ്പോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീലിങ്സ് ആണ് എനിക്ക്. കുറച്ച് ദിവസത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയി നിന്നാലോ നന്നായിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പോകാൻ ശ്രുതി, എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാൻ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ബെറ്റർ തോറ്റല്ലോ, ആ കാര്യം തന്നെ ചെന്നിട്ട് ചേച്ചിമാരെടുത്ത് പറയുന്നുണ്ട്. പാവൻ രേവതി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഭർത്താവ് പാട്ട് പാടുന്നൊക്കെ പറഞ്ഞതാണ്, ഇപ്പൊ അവളെ ശോകപ്പാട്ട് പാടുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും വിട്ടേക്ക്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ, 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ എങ്ങനെ മാറുക എന്നുള്ള കാര്യം രേവതി പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ശരിക്കും സച്ചി നല്ലവൻ തന്നെയാണ്, പക്ഷെ ഭർത്താവ് എന്നുള്ള കാര്യം വരുന്ന സമയത്ത് എല്ലാ ആമ്പിള്ളേരും ഒരേപോലെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചൂടുവെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് തേൻ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേൽ ഐസ് വെക്കും. എന്നാൽ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നീ തേൻ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് പച്ചവെള്ളം തന്നെയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, സച്ചിയുടെ ജോലിക്ക് പോകുന്ന എന്തോ തിരക്കിലായതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ ആർക്കാണ് രേവതി തിരക്കില്ലാത്തത്? എത്ര ധൃതിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പും അതുപോലെ മുളകും ഒക്കെ നമ്മൾ കറക്റ്റ് അളവ് തന്നെയല്ലേ ഇടുക. സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അത് എടുത്ത് വലിച്ചു വാരി ഇടുവോ? എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് ഉപ്പൊന്ന് കൂട്ടി ഇട്ട് കൊടുത്ത് നോക്ക്, ഏത് തിരക്കിലും അവര് അതിനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ പറയും. അതേസമയം ഫുഡ് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും പറയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, സച്ചേട്ടൻ പോകുന്ന തിരക്കിലായതുകൊണ്ടാണ് ഒന്നും പറയാണ്ടിരുന്നതെന്ന് രേവതി പറയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ കഥയൊന്നും ഇവിടെ ഇറക്കണ്ട, 50 രൂപ എടുക്കുക എന്നുള്ള കാര്യം പറയണേ, ബെറ്റിന്റെ പൈസ. അപ്പോഴേക്കും മറ്റൊരു ചേച്ചി പറയുന്നുണ്ട്, നിക്കടി ഒരു അവസരം കൂടി കൊടുക്കാം. രേവതി നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, സച്ചിയെ വിളിച്ചിട്ട് ഇന്നുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ ചോദിക്ക്. അപ്പോ എന്താ പറയുന്നുള്ള കാര്യം കേൾക്കാലോ. നീ ഫോൺ സ്പീക്കറിൽ ഇടാൻ വേണ്ടി പറയുന്നുണ്ടേ. അങ്ങനെ രേവതി ഫോൺ വിളിക്കാണ് കേട്ടോ സച്ചിയെ. ആ രേവതി പറയുന്നുള്ള കാര്യം പറയും. സച്ചിയേട്ടൻ എവിടെയുള്ള എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഞാൻ അർജന്റായിട്ട് ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാന്ന് പറയുന്നുണ്ട്. നീ എന്താ വിളിച്ച കാര്യം ചോദിക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നത് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ തന്നെ ധൃതിയായിട്ട് ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളെ രാവിലത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നത്. അതല്ല സച്ചിയേട്ടാ, രാവിലെ ഞാൻ ഉണ്ടാക്കിയ ആ ആന്ധ്ര ഡിഷ് ഉണ്ടല്ലോ അത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കാനായിരുന്നു. ദോശയല്ലേ രാവിലെ തിന്നത്, ഞാൻ ഉപ്മാവ് കഴിക്കാത്തതുകൊണ്ട് ദോശയുടെ ഉള്ളിൽ നീ ഉപ്മാവ് വെച്ചിട്ട് തന്നു, വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഫോൺ വെക്കുന്നു പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ്. ഇത് കേട്ടിട്ട് ചേച്ചിമാരെല്ലാവരും ചിരിക്കുകയാണ്. രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ല രേവതി, നിനക്ക് ഒരു അവസരം കൂടി തന്നതാണ്, എന്തായാലും അതും കൈവിട്ടു പോയി. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, സച്ചിയും അങ്ങനെ തന്നെയാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. മതി, എന്തായാലും സച്ചേട്ടൻ അങ്ങനെയല്ല എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. എല്ലാ ഭർത്താക്കന്മാരും രേവതി ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം വീണ്ടും ചേച്ചിമാര് പറയുമ്പോൾ അത് സച്ചേട്ടൻ അർജന്റായിട്ട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സച്ചേട്ടൻ അറിയില്ലല്ലോ ബെറ്റ് വെച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും.
കണ്ടില്ലേ ഇപ്പോഴും സച്ചിയെ വിട്ടുകൊടുക്കാതെ അവള് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ, 50 രൂപയല്ലേ എന്ന് പറഞ്ഞിട്ട് 50 രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടേ. രേവതി, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാവും എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും അല്ല, നിങ്ങളുടെ വീട്ടിലത്തെ പോലെ ഒന്നും അല്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ചന്ദ്ര അതുപോലെ ബാമയാണ് കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രമതി ബാമയുടെ വീട്ടിലാണ്. ബാമയുടെ അടുത്ത് പറയുന്നുണ്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ. നീ ഇപ്പൊ എന്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കും. വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് സർക്കസിന്റെ അവിടെ നിൽക്കുന്നത് മാതിരിയാണ്. ഈ സുതിയാണെന്നുണ്ടെങ്കിൽ ഓരോ കളർ ഷർട്ട് മേടിച്ചു വെച്ചിരിക്കുകയാണ് ഓരോ ദിവസം ഇടാൻ വേണ്ടിയിട്ട്. സച്ചി രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ചിയും മേടിച്ചു വെച്ചിരിക്കുകയാണ്. ശ്രുതിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ നിന്നും വരുന്നുമില്ല. പിന്നെ ശ്രീകാന്തിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എന്നെ തീരെ ബഹുമാനിക്കുന്നില്ല. അവൾ എന്റെ തലയിൽ കയറിയിട്ട് നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീകാന്ത് എന്തെങ്കിലും കാര്യം ചോദിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെ പോലെയാണ്, എന്ത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതെ അവിടെ ഇരുന്നോളൂ. പിന്നെ ആ പൂക്കെട്ടുന്നവളെ കാര്യത്തെ കുറിച്ചിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. അവള് സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരം ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങള് ഓരോ ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്നത് പോലും ഇപ്പൊ താല്പര്യമില്ല. ഇപ്പൊ ചന്ദ്രൻ, നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? മക്കളും മരുമക്കളും എല്ലാവരും സമ്പാദിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാതെ നീ എന്തിനാ ഇങ്ങനെ ശോകപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? നീയൊന്നും മിണ്ടാതിരിക്കും ബാമേ. ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് തീർത്തല്ലേ പറ്റുള്ളൂ. നീ ഇവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്നാൽ എന്റെ വീട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ തനിയായതുപോലെയാണ്. എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല. ഇനിയെങ്കിലും ഭരതനാട്യ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് മേലിലേക്ക് വരണം എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനിപ്പോ എന്ത് ചെയ്യാനാ, ബോർഡ് വെച്ചിട്ട് അവിടെ ചുമ്മാ വെച്ചിരിക്കുന്നല്ലാണ്ട് ആരും വരുന്നില്ലല്ലോ എന്ന് ബാമ ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും ചന്ദ്ര ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മളിപ്പോ പുതിയ സിമ്മൊക്കെ എടുക്കുന്ന സമയത്ത് 3 മാസത്തേക്ക് നമ്മൾ റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കില്ലേ, ചിലർ ഫ്രീ ആയിട്ടും കൊടുക്കും. അങ്ങനെ വല്ല ഇതും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐഡിയ ആയിരിക്കും തോന്നുന്നു. ആദ്യത്തെ മാസം നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുമാനം വേണ്ടേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിന് ഒരു വഴിയുണ്ട്. എന്തായാലും ഈ വീട്ടില് നീ എനിക്ക് വാടക തരേണ്ടതാണ്. പിന്നെ ഈ വീട്ടിലെ കറണ്ട് ബില്ല് ഞാനല്ലേ അടക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഡാൻസ് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം നമുക്ക് മേടിച്ചു വെക്കാം. കുറഞ്ഞ വിലക്ക് യൂണിഫോം മേടിച്ചിട്ട് നമ്മളത് കൂടിയ വിലക്ക് അവർക്ക് കൊടുക്കും. ബാമേ, നീ ആള് കൊള്ളാലോ, നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ചന്ദ്ര. നമുക്കിത് ചെയ്താലോ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യാം. എന്തായാലും നല്ല ദിവസം നോക്കണ്ടേ എന്നുള്ള കാര്യം ബാമ പറയുന്ന സമയത്ത് നിക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വേഗം ചെല്ലുവാണ്. എന്നിട്ട് കലണ്ടർ എടുത്തിട്ട് നോക്കുന്നുണ്ട്. ബാമേ, ഇന്ന് നല്ല ദിവസമാണ്. എന്തായാലും ഇപ്പൊ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ എന്റെ വളർച്ച ആരംഭിക്കുകയാണ്. എന്തായാലും ബാമേ, നമുക്ക് ഇന്ന് തന്നെ ഡ്രസ്സ് തയ്പ്പിക്കാനുള്ള തുണി മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങുവാണ്. അതുപോലെ തന്നെ ബാമയും കൂടി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോകുന്ന അതേ കടയിലേക്ക് തന്നെയാണ് ശ്രുതി ആദിക്ക് വേണ്ടിയിട്ട് കോട്ടും സൂട്ടും മേടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് കേട്ടോ. ആദ്യം ശ്രുതി എത്തുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പുറകെ തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ ബാമയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കോട്ടും സൂട്ടൊക്കെ ഉള്ളത് കുട്ടികളുടെ സെക്ഷൻ മുകളിലാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അതേസമയം ചന്ദ്രമതിയും അതുപോലെ തന്നെ ബാമയും കൂടി ഭരതനാട്യ ഡ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എന്ത് റേറ്റിലാണ് നോക്കുന്നത് എന്നുള്ള കാര്യം ആ കടയിലുള്ള ആള് ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സെക്ഷൻ അവർക്ക് കാണിച്ചു കൊടുക്കുവാണ്. സെലക്ട് ചെയ്തിട്ട് രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യക്ക് നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 2 ഇഷ്ടമായി എന്ന് പറയുകയാണെ. അമ്മ തന്നെ സെലക്ട് ചെയ്താൽ മതി, ഏതാ നല്ലതെന്ന് വെച്ചാന്നുള്ള കാര്യം ആദ്യം പറയുമ്പോൾ നിന്റെ അല്ലടാ ബർത്ത്ഡേ, അതുകൊണ്ട് നീ തന്നെ പറയുന്നത് ആദ്യയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്. പക്ഷെ അമ്മ സെലക്ട് ചെയ്തത് മതി എനിക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ആദ്യം 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ താഴെ ഭരതനാട്യ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരതനാട്യ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനും കുറഞ്ഞ വിലയിലില്ലേ എന്നുള്ള കാര്യം. ഇല്ല, ഇതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ബാമ ഇത്രയും വിലേന്റെ ഒക്കെ നമ്മൾ മേടിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും കൂട്ടിയിട്ടല്ലേ പൈസ കൂട്ടിയിട്ടല്ലേ അവർക്ക് വിൽക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ബാമ പറയുന്നുണ്ട്. ആരും വന്ന് ചേർന്നില്ലെങ്കിൽ അവസാനം ഈ കാശൊക്കെ നഷ്ടമായി പോകുന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോൾ നീയല്ലേ പറഞ്ഞ നിന്റെ സമയം ശരിയാണെന്നുള്ള കാര്യം, അതുകൊണ്ട് ഉറപ്പായിട്ടും ആൾക്കാർ വരുന്നുള്ള കാര്യമാണ് ബാമ ചന്ദ്രയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ 4 സെറ്റ് ലേഡീസിന്റെ മേടിക്കുന്നുണ്ട്. പിന്നെ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ജുബയും പാൻസും അതും മേടിക്കാനുണ്ട് ചന്ദ്ര. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും സ്യൂട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇത് അമ്മയ്ക്ക് ഇഷ്ടമായി മോനും ഇഷ്ടമായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ അമ്മ വരുമ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെയുള്ള സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പാക്ക് ചെയ്തോളാൻ വേണ്ടി പറയുന്നുണ്ട്. ബില്ലിംഗ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ താഴെയാണ്, നിങ്ങൾ പൊക്കോളൂ ഞാൻ സാധനം കൊണ്ടുവന്നോളാം എന്നുള്ള കാര്യം പറഞ്ഞു ശ്രുതിയുടെ അടുത്ത് താഴേക്ക് ചെന്നോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതേസമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്തു. എന്നിട്ട് അതും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയാണ്. അവർ പാക്ക് ചെയ്തിട്ട് ബില്ലിംഗ് സെക്ഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ശ്രുതി സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നത്. ശ്രുതിയെ ചന്ദ്ര വേഗം കാണുന്നുണ്ട്. ഇവിടെ ശ്രുതി എന്താ ചെയ്യുന്നതെന്ന് ബാമേന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് വേഗം ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. ശ്രുതി ചന്ദ്രയെ കണ്ടിട്ടില്ലേ, ശ്രുതി നീ ഇവിടെ എന്ത് ചെയ്യാന്നുള്ള കാര്യം ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുമ്പോഴാണ് ശ്രുതി കാണുന്നത്. ഞാനൊരു ക്ലയന്റിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആന്റി ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം എന്റെ ഭരതനാട്യ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി എടുത്ത ആ കോട്ടും സൂട്ടും പാക്ക് ചെയ്തിട്ട് ആ സ്റ്റാഫ് ശ്രുതിന്റെ അരികിൽ കൂടെ
പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, മാഡം ഈ ഡ്രസ്സ് നിങ്ങളുടെ മകന് നന്നായിട്ട് ഇഷ്ടപ്പെടും, ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തിട്ട് കൗണ്ടറിൽ കൊടുക്കാം, ബില്ല് അവിടെ അടച്ചാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞ് സ്റ്റാഫ് പോകുമ്പോഴേക്കും ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. കാരണം ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ സംസാരിച്ചു പോകുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്ത് വർത്താനാ പറഞ്ഞത്? ഇത് എന്റെ മരുമകളാണ്, ഇവൾക്ക് പയ്യനൊന്നുമില്ല, ഇവൾക്ക് ഇനിയും കുഞ്ഞുണ്ടായിട്ടില്ല. ശ്രുതി ഇവരെന്ത് വർത്താനായി പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, ആന്റി ഞാന് എന്റെ ക്ലയന്റിന്റെ മകന് വേണ്ടി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നതാണ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്, കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം കൂടി ഞാൻ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്, അത് അവര് തെറ്റായിട്ട് വിചാരിച്ചു എന്നുള്ള കാര്യം തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അയാളെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ. അതെങ്ങനെ തെറ്റിദ്ധരിക്കുക? കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? അത് ആന്റി അവരറിയാതെ സംസാരിച്ചു പോയതല്ലേ, നിങ്ങൾ ചെന്നോളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് നിന്ന് പറഞ്ഞു വിടണേ. അപ്പോഴും സ്റ്റാഫ് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്, അമ്മ എന്ന് വിളിച്ചിട്ടാണല്ലോ ആ കുട്ടി സംസാരിച്ചത്, സോറി മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണ്. അങ്ങനെ ബില്ലിംഗ് ചെയ്യാണ്. ചന്ദ്രമതിയുടെ ബില്ല് 6000, അതുപോലെ ശ്രുതിയുടെ ബില്ല് 10000 എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ചന്ദ്ര. അത് എന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലയന്റ് ആണ്, പാക്കേജ് എന്നുള്ള കാര്യം പറഞ്ഞില്ല, അവര് പണം തരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസയൊക്കെയോ? അതിന് വേണ്ടിയിട്ട് ഏത് ക്ലയന്റാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പറയുന്നുണ്ട്, ആന്റിയുടെ ബില്ലും ഞാൻ പേ ചെയ്തോളാം എന്നുള്ള കാര്യം. 6000 അത് ചന്ദ്ര തന്നെ അടച്ചോളൂ എന്നുള്ള കാര്യം ഭാമ പറയുന്നുണ്ട്. അല്ല ഭാമേ, അത് അവൾ അടച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, നീ ശ്രുതി അടച്ചോളൂ എന്നുള്ള കാര്യം പറയാനുണ്ട് ചന്ദ്ര. അങ്ങനെ ശ്രുതിക്ക് ആ ബില്ലും കൂടി പേ ചെയ്യേണ്ടി വരുവാണ്. അങ്ങനെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, നിക്ക് ശ്രുതി, ഒരു കാര്യം കൂടി, ഞാൻ ഒരു വിൻഡോ കവറും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അത് ശ്രുതി പേ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുക്കുവാണ് കേട്ടോ. അതോ ഇവരുടെ കൺമുമ്പ് തന്നെ പെട്ടല്ലോ, 6000 രൂപയിൽ കൂടുതൽ ചെലവ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ കിടന്ന് പ്രാകുന്നുണ്ട്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് 3 പേരും കൂടി ഒരുമിച്ചാണ് കടയിൽ നിന്ന് ഇറങ്ങുന്നത്. ബില്ലൊക്കെ അടച്ചിട്ട് വരുവാണല്ലോ. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ ശ്രുതി, ഇത്രയും കാശൊക്കെ നീ ചെലവാക്കുന്നുണ്ടല്ലോ, അപ്പോ വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എങ്കിലും നിന്റെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്, അപ്പോ നിനക്കതിൽ വിഷമമൊന്നും ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നിന്റെ മോൻ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കല്ലേ, അതില് നീ എന്താ ഇവിടെ വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുകയാണോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ശരി, എനിക്ക് വിശക്കുന്നു എന്നുള്ള കാര്യം ഭാമ പറയുന്നുണ്ട്. എപ്പം നോക്കി കഴിഞ്ഞാലും അവൾക്ക് വിശപ്പിന്റെ കാര്യമുള്ളൂ. എന്തായാലും ശ്രുതി, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അതിനെന്താ, അതെല്ലാം ശ്രുതി നോക്കിക്കോളൂ എന്ന് പറയാണ്. അല്ലേ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ ആന്റി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും, വാ ആന്റി എന്ന് പറഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ലാതെ പുറകെ ചെല്ലുവാണ്.